കാണുമ്പോൾ പുഞ്ചിരി തൂകിപ്പോകുന്ന പൂങ്കുയിലെ അറബിക്കഥയിലെ രാജാത്തിയോ, അരിമുല്ല അഴകൊത്ത നിധിയല്ലേ നീ പൊന്നെ, നിലവിലും കനവിലും നീ മാത്രമാ. നാട്ടിൽ പരിപാടിക്കെല്ലാം പാടലുണ്ട്. അപ്പം അന്നേരം നാട്ടുകാരൊക്കെ പറയും ഇനി അടുത്ത പരിപാടിക്ക് പാടരുത്, ഇവിടെ കാണരുത് എന്നൊക്കെ. സത്യം എനിക്ക് പണ്ടേ ഞാൻ ഹിന്ദി സോങ്സ് ഒക്കെ കേൾക്കില്ല, ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഹിന്ദിയാ പാടാൻ ഇഷ്ടം, ട്രൈ ചെയ്യുന്നു ഹിന്ദിയിലേക്ക് പാട്ട് പാടാൻ ആഗ്രഹം. അപ്പോൾ ആ മേശപ്പിൽ പാടി പാട്ട് മിക്സെല്ലാം ചെയ്ത് കിട്ടി, വീട്ടിൽ കൊണ്ടുപോയി കേട്ടോക്കുന്ന ഇപ്പൊ ചീത്ത പറയാന്ന് പറയും. രസമില്ല, കേൾക്കാൻ രസമില്ല. ഈ പാട്ട് രംഗത്ത് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും എതിർപ്പുണ്ടായോ അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടായോ? മ്യൂസിക് ചെയ്യാൻ പാട് ഒക്കെ ചെയ്യും. അപ്പം അത് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണോ അറിയില്ല. അപ്പോൾ ആ ലേബല് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആദ്യം ഞാൻ പാടാൻ തുടങ്ങിയ ടൈമിൽ എനിക്കും അറിയാതെ ഞാൻ പാടുന്ന വലിയ രസമൊന്നുമില്ലേ സത്യമായിട്ട്. പിന്നെ ഭയങ്കര ഇറ്റ് ടിക്ടോക്കിലും എല്ലാത്തിലും കാണുന്ന ആൾക്കാരൊക്കെ അതാ നിന്റെ പാട്ടിൽ കണ്ട് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ ഫുൾ വേർഷൻ ചോദിക്കാൻ തുടങ്ങി. ഇലാഹിൻ്റെ തെളിവായി ഇഹം ചേർന്ന പൊരുളെ, നിലാവിൻ്റെ ഒളിവായി നിലം വാണവീരെ, മദീനത്തെ പൂവ് യാ റസൂലേ സലാം, മഹി വാഴും ജീവ യാ ഹുസൂരേ സലാം. പ്രിയമുള്ളവരെ, മില്ലേനിയം അവതരിപ്പിക്കുന്ന സിഗ്നേച്ചർ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പഴയ കാലത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെടുത്തിയ സിഗ്നേച്ചർ എന്ന പരിപാടിയിൽ ഇന്ന് പുതിയ കാലത്തിൻ്റെ വേറിട്ട ശബ്ദമായി ഉയർന്നു വന്ന നാഫി നന്ദിയാണ് നമ്മളോടൊപ്പമുള്ളത്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പാട്ടിലൂടെ ജനമനസ്സിലേക്ക് കയറിയ നാഫിക്ക് ഈ സിഗ്നേച്ചർ എന്ന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നന്ദി എന്ന ഗ്രാമത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അവിടുത്തെ ഒരു നന്ദി ദാറുസ്സലാമിനെ കുറിച്ചാണ്. അറിവിൻ്റെ പൂങ്കാവനമായ നന്ദി ദാറുസ്സലാമിൻ്റെ അവിടെ ജനിച്ച് വളർന്ന സ്വന്തം നാട്ടുകാരനായ പേരിനോടൊപ്പം എന്നെപ്പോലെ തന്നെ നന്ദിയും ചേർത്ത നാഫിയുടെ കലാജീവിതത്തിൻ്റെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സിഗ്നേച്ചർ. ഈ പരിപാടി കണ്ടിട്ടുണ്ടോ? ഷാഫിഖാൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നാഫി എങ്ങനെ പാട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പാട്ടിലേക്ക് വരാനുള്ള കാരണം? ഉപ്പ പാട്ടുകാരനായിരുന്നു. അപ്പോൾ ഉപ്പ പണ്ടേ പാട്ടൊക്കെ വീട്ടിൽ നിന്ന് പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാണ്ടൊക്കെ വീട്ടിൽ നിന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഞാനും കാക്കയും പെങ്ങളൊക്കെ അങ്ങനെ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ ഒരേ പാട്ട് തന്നെ ഇങ്ങനെ കേൾക്കും, ഇടയ്ക്കിടയ്ക്ക് പാടുന്നുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ ഇങ്ങനെ നമ്മൾ പഠിച്ച് വീട്ടിൽ നിന്ന് പാടാൻ തുടങ്ങി. പിന്നെ അതുമല്ല ഉപ്പ പാട്ട് പാടുന്നതിനെ കൊണ്ട് പാട്ടുകാരൻ്റെ മക്കളില്ലേ, അപ്പോൾ അതുകൊണ്ട് മദർസയിലും സ്കൂളിലൊക്കെ സാറന്മാർക്കും പുസ്തകന്മാർക്കൊക്കെ അറിയാം, ഇപ്പോൾ പാട്ട് പാടുന്ന ചേരിയിലൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മദർസ പരിപാടിക്ക് സ്കൂളിലെ പരിപാടിക്കെല്ലാം നിപ്പിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് പാടി പ്രൈസൊക്കെ വാങ്ങലുണ്ട്. അങ്ങനെയാണ് പാട്ടിലേക്ക് വന്നത്. ഇപ്പൊ മ്യൂസീഷ്യനാണ്. നബിദിന പരിപാടിക്കൊക്കെ മദ്രസ പാടുക? നബിദിന പരിപാടിക്ക്, കയ്യെഴുത്തിന്, പിന്നെ സ്കൂളാണെങ്കിൽ കലോത്സവം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. അതിനൊക്കെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് നബിദിന പരിപാടി ഒരു ഊർജം തന്നെയാണ് അല്ലേ? അതെ. പക്ഷെ ആദ്യം കേക്കില് തമിഴ് പാട്ടും അങ്ങനത്തെ വാപ്പ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടുണ്ട്, കാതിൽ റോജാവേ, പിന്നെ മൈന മൈന നെഞ്ചി, ആ പാട്ടൊക്കെ എനിക്ക് ഇപ്പോഴും കാണാൻ പാടാം പണ്ട്. അപ്പോൾ അങ്ങനെ പാടാൻ തുടങ്ങി. പിന്നെ ഉപ്പാനിപ്പോൾ ഒരു പരിപാടിക്ക് പോകും, സ്റ്റേജ് പരിപാടിക്കല്ലോ നാട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നും പാടലുണ്ട്. അങ്ങനെയാണ് പാട്ടിലേക്ക് വന്നതും പാട്ടിനോട് ഇഷ്ടം. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടി. അതെ, ഉപ്പയോടും ഉമ്മയോടും രക്ഷിതാക്കളോടും എല്ലാവരോടും അല്ലേ, പിന്നെ സഹോദരന്മാരോടും ഒക്കെ. അത് അധികാർക്കും കിട്ടാത്തതാണ്. ഇപ്പോൾ പാട്ട് തന്നെയാണ് ഉപ്പൻ്റെ ജോലി, പാട്ട് തന്നെയാണ്. ഉപ്പ പാട്ട് ആദ്യം ഇങ്ങനെ ആൽബം സീഡിയുള്ള ടൈമിൽ ഉപ്പ പാട്ട് എഴുതി, പിന്നെ മ്യൂസിക് ചെയ്യുകയും പാടുകയും ഒക്കെ ചെയ്യുകയും. അപ്പോൾ കുറേ പാട്ടുകാരെ കൊണ്ടൊക്കെ പാടിപ്പിക്കുകയും ചെയ്താ. പക്ഷെ എന്തോ ഉപ്പാക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണോ അറിയില്ല, ആ ലേബല് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ ഉപ്പ പെയിന്റിന്റെ പണിക്ക് വന്നത്.
പിന്നെ ഡിസൈൻ വർക്ക് ചെയ്യുന്നു, പിന്നെ ചെയ്യല അതാ. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞില്ല. ഇല്ല, പറ്റിയില്ല. പക്ഷെ നല്ല അതെല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവരും ഒരേ മാതിരി ഇങ്ങനെ വന്നോളണമെന്നില്ലല്ലോ. അപ്പോൾ പക്ഷേ ബാപ്പ ആലോചിച്ച സ്ഥലത്തേക്ക് മകൻ എത്തിയോ? ഏകദേശം അങ്ങനെ പാട്ട് പാടും, പക്ഷെങ്കിൽ ഇപ്പൊ ഉദ്ദേശിച്ച ആ ഒരു ലെവലിൽ എത്തിക്കുമെന്ന് എനിക്കറിയില്ല. ഉപ്പാന്റെ ആഗ്രഹം എത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അതെ. അപ്പോൾ നിൻ്റെ പാട്ട് ഏതൊക്കെ പാട്ടാണ് ഹിറ്റായത്? ആരാണ് നിന്നെ ഈ പാട്ടിലൂടെ, ഏത് കമ്പനിയാണ് നിന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നത്? എന്നെ പാട്ടിലേക്ക് കൊണ്ടുവന്നത് മില്ലിയൻ തന്നെയാണ്. മില്ലിയനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് ചെയ്തതും പാടി സജേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യലും ഒക്കെ ചെയ്യും. ഒക്കെ സജേട്ടൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാട്ട് ചെയ്തത് മില്ലിയനത്തിലാണ്. പിന്നെ SR മീഡിയയിലും ചെയ്യലുണ്ട് പാട്ട്. അപ്പോൾ എൻ്റെ ഇറ്റായ പാട്ട് കാണുമ്പോൾ പുഞ്ചിരി തൂക്കി അങ്ങനത്തെ ഒരു പാട്ടാണ്. അത് ഉപ്പ പണ്ട് ലിറിക്സും മ്യൂസിക്കും ചെയ്തിട്ട് ബാപ്പയും റിമി ടോമിയും കൂടെ പാടിയതാണ്. അത് പാട്ടൊന്ന് കേൾക്കണോ? അത് യൂട്യൂബിലുണ്ട് ആ വീഡിയോ. അപ്പൊ അത് ഞാൻ ഈ മേശപ്പ് ഹിറ്റായ ഒരു ടൈമില്ലായിരുന്നു. ആ ടൈമിൽ ഞാൻ മേശപ്പിൽ ഫസ്റ്റ് പാട്ട് അതാക്കിയിട്ട് പാടി. ആ പാടാൻ പോകുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നു. അപ്പോൾ ജലദോഷം പിടിച്ചിട്ട് മൂക്കെല്ലാം അടഞ്ഞിട്ട് സൗണ്ട് ഇല്ല. അപ്പൊ ലീത്തേടിൻ്റെ അടുത്ത് ഡേറ്റ് കിട്ടാൻ വലിയ ഇടങ്ങാറില്ല ആ ടൈമിലൊക്കെ. ഇപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു ദിവസം ലീത്തേടൻ ഡേറ്റ് തന്ന് നമ്മൾ പാടാൻ വേണ്ടി പോയി. അന്നാകുമ്പോൾ എനിക്ക് ശ്വാസം ഒന്നും കിട്ടുന്നില്ല. പാടാണ്ട് വന്നാൽ പിന്നെ കുറെ ദിവസം കഴിയണം പാടാൻ. അപ്പൊ ഡിജിറ്റലിനെ പേടിച്ചുകൊണ്ടാണ് പാടുന്നത്. കഷ്ടപ്പെട്ടിട്ടായാലും അന്ന് പാടി. അടഞ്ഞ സൗണ്ടാ, മൂക്കെല്ലാം അടഞ്ഞിട്ടാണ്. അപ്പൊ ആ മേശപ്പിൽ പാടി പാട്ട് മിക്സെല്ലാം ചെയ്ത് കിട്ടി. വീട്ടിൽ കൊണ്ടുപോയി കേട്ടോക്കുന്ന ഉപ്പ ചീത്ത പറയാൻ രസമില്ല, കേൾക്കാൻ രസമില്ല. സൗണ്ടൊക്കെ അടഞ്ഞിട്ട് ശ്വാസമൊന്നും കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് സങ്കടമായി. എന്നുവെച്ചാല് അത്രയും കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പാടാൻ ആദ്യമായിട്ട് ഒരു ചാൻസ് ആണുള്ളത്. അതെ. അവസരം. അപ്പൊ ഏതായാലും പൈസ കൊടുത്ത് ചെയ്തതല്ലേ. ഇപ്പൊ തന്നെ പൈസ കൊടുത്തേ, പക്ഷെ അന്നേരം വരുന്നേന്നുള്ളൂ. അപ്പോൾ പൈസ കൊടുത്തില്ല വിചാരിച്ചിട്ട് എന്താക്കി, മലബാർ കഫേയിൽ ഇങ്ങനെ പാട്ടൊക്കെ ചെയ്ത് ഇറക്കലുണ്ടായിരുന്നു. അപ്പോൾ മനോട്ടിൻ്റെ നമ്പർ, മലബാർ കഫേയിലുള്ള മനോട്ടിൻ്റെ നമ്പർ എവിടുന്നോ കിട്ടി. അപ്പം അങ്ങനെ മലബാർ കഫേയിലേക്ക് അത് ഞങ്ങൾ പാട്ട് അയച്ചു കൊടുത്തു. മലബാർ കഫേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മില്ലിയനത്തിൻ്റെ വേറൊരു ചാനലാണോ അല്ലേ? അപ്പോൾ അതിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ മനോട്ട് മറ്റേ ഷൂട്ടിൻ്റെ ഒക്കെ വലിയ തിരക്കിലായതുകൊണ്ട് നമ്മൾ പരിചയമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ തന്നെ അത് പരിചയമുള്ള നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കല്യാണ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. ഓൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പാട്ട് എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് ഓറഞ്ച് മീഡിയയിൽ റിലീസ് ചെയ്തു. ഒരു പെരുന്നാൾക്ക് റിലീസായി. കുറച്ചു കാലം കഴിഞ്ഞാലോ അത് ടിക്ടോക്കിലൊക്കെ ഇങ്ങനെ വൈറലായി വരാൻ വേണ്ടി തുടങ്ങി. ഫസ്റ്റ് പാട്ട് മാത്രം കാണുമ്പോൾ അതെ, ഞാൻ പാടിയതിൽ എനിക്ക് തീരെ ഒരിതില്ലാന്ന് തോന്നിയ പാട്ട്, കഷ്ടപ്പെട്ട് പാടിയതാ. അപ്പൊ അങ്ങനെ അത് ഹിറ്റായി വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഭയങ്കര ഹിറ്റ് ടിക്ടോക്കിലും എല്ലാത്തിലും കാണുന്ന ആൾക്കാരൊക്കെ അതാ നിന്റെ പാട്ടിൽ കണ്ട് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ ഫുൾ വെർഷൻ ചോദിക്കാൻ തുടങ്ങി. മേശപ്പിൽ കട്ടല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മള് എന്തോ ഇതിന് സജേട്ടനെ വിളിച്ച് മില്ലിയനത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് വിളിച്ച് പാട്ടിൻ്റെ ഹിറ്റാക്കി നമുക്കിത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സജേട്ടൻ പറഞ്ഞു ചെയ്തോ പാട്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ഫുൾ വെർഷൻ ചെയ്തിട്ട് മില്ലിയനത്തിൽ റിലീസ് ചെയ്തു. അപ്പൊ അങ്ങനെ അത് മില്ലിയനത്തിന് കൊടുത്ത് അതിൽ റിലീസായി. ഇപ്പം അത് 4 മില്യൺ വ്യൂസിന്റെ അടുത്തായി ആ പാട്ട്. മൂക്കടച്ച് പാടുന്ന അപ്പോൾ നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അതെ. അത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു പഴയ സിനിമ ഉണ്ടായിരുന്നു. അത് റെക്കോർഡിങ് വെച്ചപ്പോൾ പിന്നെ അർജുന മാഷാണ് അതിൻ്റെ സംഗീതം, MK അർജുനൻ. കുമാരൻ തുമ്പിയാണ് എഴുതിയത്. അന്ന് ദാസേട്ടന് മൂക്കടപ്പ, കംപ്ലീറ്റ് ജലദോഷം. അപ്പോൾ അതിലുള്ള പാട്ടുകളൊക്കെ ഹിറ്റ് അങ്ങനെയാണ്. മുത്തിലും മുത്തായ മണിമുത്ത് കിട്ടി എന്നുള്ള പാട്ട്, യമുന എന്നുള്ളൊരു പാട്ട്, അങ്ങനെ മൊത്തം ഹിറ്റ്. അതേപോലെ മൂക്കടച്ച് പാടിയ പാട്ട് സൂപ്പർ ഹിറ്റ്. ഒന്ന് കേൾക്കണം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. കാണുമ്പോൾ പുഞ്ചിരി തൂകിപ്പോകുന്ന പൂങ്കുയിലെ അറബിക്കഥയിലെ രാജാത്തിയോ, അരിമുള്ള അഴകൊത്ത നിധിയല്ലേ നീ പൊന്നെ, നിലവിലും കനവിലും നീ മാത്രമാ. കാണുമ്പോൾ പുഞ്ചിരി തൂകിപ്പോകുന്ന പൂങ്കുയിലെ അറബിക്കഥയിലെ രാജാത്തിയോ. ഇതാണ് പാട്ട്. ഇത് ഉപ്പ എഴുതിയതാ? ഉപ്പയാണ് ലിറിക്സ് മ്യൂസിക്കും ഒക്കെ. ഉപ്പ പാടി കിട്ടാതെ പോയതാ. എൻ്റെ ഉപ്പാന്റെ പെങ്ങളെ മോന്റെ കല്യാണ വീഡിയോയിലൊക്കെ ഈ പാട്ട് CD ഇറങ്ങിയ ടൈമിൽ. അങ്ങനെയാണ് ഈ പാട്ടുകളിലാണ് തുടക്കം. അങ്ങനെയാണ് നാഫി, നന്ദി,
തുടങ്ങുന്നത്. പാട്ട് ഉപ്പൻ്റെ പാട്ട് ഗുരുത്വത്തോടു കൂടി പാടി അത് മില്ലേനിയത്തിൽ വന്നു, വലിയൊരു സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് അങ്ങോട്ടുള്ള ജൈത്രയാത്രയുടെ ഒരു കഥ. ഇപ്പന് പാട്ടൊക്കെ ഞാൻ തന്നെയാണ് ലിറിക്സ് മ്യൂസിക് ചെയ്യല്, ഞാൻ പാടുന്നത്. നീ പാട്ട് എഴുതാൻ തുടങ്ങി. ആ അപ്പൊ എനിക്കൊന്നും പണി ഉണ്ടാവില്ല ഇനി. അങ്ങനെയല്ല, എനിക്ക് കഴിയുന്ന പോലെയൊക്കെ അങ്ങനെ എഴുതിയിട്ട് ഇപ്പൊ 3-4 പാട്ട് ഞാൻ തന്നെ ലിറിക്സ് മ്യൂസിക് ചെയ്തിട്ട് പാടാൻ തുടങ്ങി. പിന്നെ കൂടുതൽ ഞാൻ പാടാൻ ഹിന്ദി സോങ്സ് ആണ്. എനിക്ക് പണ്ടേ ഞാൻ ഹിന്ദി സോങ്സ് ഒക്കെ കേൾക്കില്ല, അർജിത് സിംഗിൻ്റെ ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഹിന്ദിയാ പാടാൻ ഇഷ്ടം, ട്രൈ ചെയ്യുന്നു. ഹിന്ദിയിലേക്കൊക്കെ പാട്ട് പാടാൻ ആഗ്രഹം. ഹിന്ദി പാട്ടാണ് ഇപ്പോൾ പാടുന്നത്. ഹിന്ദി ട്യൂണിൽ പാട്ടെടുത്ത് പാടുന്നുണ്ടോ? ഹിന്ദി ട്യൂണിൽ പാട്ടുണ്ടാക്കി പാടുന്നുണ്ടോ? ഹിന്ദി ട്യൂണിൽ പാട്ടുണ്ടാക്കി പാടില്ല, ഹിന്ദി തന്നെ പാടുന്നുണ്ട്, കവർ സോങ്സ് ഒക്കെ. അതെല്ലാം ചോദിക്കുന്നത്. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ ഇപ്പോൾ നീ കേട്ടില്ലേ? സല്ലാ അലൈക്കല്ലാ വസ്സലാം ആനെ സേ ഉസ്കെ, അതിൻ്റെ അതേപോലെ മണി ദീപമേ, അതൊക്കെ ഹിന്ദി, റഫി സാഹിബിൻ്റെ ഹിന്ദിയാണല്ലോ. അതുപോലെ ഏതെങ്കിലും പാട്ടുകൾ പാടിയോ? അതുപോലെ പാടിയില്ല, പക്ഷെ ഹിന്ദി പാട്ട് കേട്ടിട്ട് പ്രചോദനമായിട്ട് അതേപോലെ മ്യൂസിക് ഒക്കെ ചെയ്തിട്ട് പാടിയിട്ടുണ്ട്. പാടും. ആ ഒരു പാട്ടൊന്ന് കേൾക്കുക. ആരാരും കാണാതന്നു നീ എന്നോട് ചൊല്ലിയിടുന്നു, നീങ്ങുന്ന വഴിയിൽ താനെ നീ ചങ്ങാതിയായി വന്നിടുന്നു. ഓരോ നിമിഷവും നീ എന്നിൽ സ്വപ്നമായി, ഞാനൊഴുകും പാതയിൽ കാൽപ്പാടുകൾ മാത്രമായി, ഈരാവിൻ മൂലം കഥകളായി കനവുകൾ തേങ്ങുന്നു ദൂരെ, നിലാവിൻ മിഴികളിൽ മധുരമായി പൂക്കുന്നു താനേ. ഞാൻ തന്നെ ലിറിക്സ് മ്യൂസിക് ചെയ്താണ്, ഒരു ഹിന്ദി പാട്ട് കേട്ടിട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈൽ, അതിൻ്റെ മറ്റൊരു സ്റ്റൈലിൽ ചെയ്തതാണ്. ഹിന്ദി പാട്ടുകളിലാണ് പണ്ടത്തെ മാപ്പിളപ്പാട്ടുകളും പണ്ടേ അതിന് മുമ്പിട്ടുള്ള സിനിമ പാട്ടുകളും. എ.വി. മുഹമ്മദിൻ്റെ പാട്ട് മൊത്തം എന്ന് പറയുന്നില്ല, 3/4 ഭാഗവും ഹിന്ദിയാണ്. എ.വി. മുഹമ്മദിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ മദർസി പഠിക്കുന്ന ടൈമിൽ എ.വി. മുഹമ്മദ് പാടിയ പാട്ടുകൾ എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് വൈമെന്ന് ഉസ്താദന്മാർ പാട്ട് സെലക്ട് ചെയ്ത്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ അറിയാം. പകലൽ നിശാനി ആലം, ആ പാട്ട് മനുഷ്യ നീ മറന്നിടുമോ, അതുപോലെ എല്ലാ പാട്ടും ഞാൻ പറയുന്നില്ല, ഒട്ടുമിക്ക പാട്ടുകളും എ വി ഒക്കെ പാടി ഹിന്ദി ട്യൂണിലാണ്. ഇന്ന് ആ രീതിയിലേക്ക് പാട്ട് പാടിക്കഴിഞ്ഞാൽ യൂട്യൂബിലിടാൻ കഴിയില്ല, കോപ്പിറൈറ്റ് വരും, കോപ്പിറൈറ്റ് ചാടി പിടിച്ച് വരും. അപ്പോൾ ഈ പാട്ട് രംഗത്ത് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും എതിർപ്പുണ്ടായോ അല്ലെങ്കിൽ സപ്പോർട്ടുണ്ടായോ? എനിക്ക് ഉപ്പാൻ്റെയും ഫാമിലിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വലിയ ഭാഗ്യം. വെച്ചാൽ ആൾക്കാരെ ഒന്നും പറയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, പുറക്കാരെ സപ്പോർട്ടില്ല, ഇപ്പം പാട്ടുകാരനാണല്ലോ. അപ്പൊ ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് അങ്ങനെ ആൾക്കാർ വിമർശിക്കൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ ആദ്യം ഞാൻ പാടാൻ തുടങ്ങിയ ടൈമിൽ എനിക്കും അറിയാതെ ഞാൻ പാടുന്ന വലിയ രസമൊന്നുമില്ല സത്യം. അത് പിന്നെ പാട്ടിങ്ങനെ കുറെ ഒബ്സർവ് ചെയ്ത് ഇപ്പം മാറ്റേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ. ആദ്യം തീരെ മദർസിലൊക്കെ ഞാൻ ഇക്കാക്കിയ കുറച്ചും കൂടി നന്നായിട്ട് പാടാൻ പണ്ടൊക്കെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ പാടുന്നേരം നാട്ടിൽ പരിപാടിക്കെല്ലാം പാടലുണ്ടായിരുന്നു. അപ്പം അന്നേരം നാട്ടുകാരൊക്കെ പറയും ഇനി അടുത്ത പരിപാടിക്ക് പാടരുത്, ഇവിടെ കാണരുത് എന്നൊക്കെ. സത്യമായിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആദ്യം പാടുന്നേരം പറഞ്ഞിട്ടുണ്ട്. ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല, അന്നേരം വലിയ രസമില്ലേന്, അതെനിക്ക് ഇപ്പനെ മനസ്സിലായി. അത് പിന്നെ ഇമ്പ്രൂവ് ആയി വന്ന് ഇപ്പന ആൾക്കാരൊക്കെ സപ്പോർട്ടാണ്. ഇപ്പന ആൾക്കാരൊക്കെ പറഞ്ഞ ആളുകളും സപ്പോർട്ടാണ്. സപ്പോർട്ടാണ്. എനിക്ക് ഓരോ അങ്ങനെ പറഞ്ഞാലാണ് നമ്മൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ആവുക. അതെ, അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. ചില ആ വളർന്നു വരുന്ന ടൈമില്ലേ, ആ ടൈമിലൊക്കെ എന്നെ നല്ലോണം പ്രോത്സാഹിപ്പിച്ചു. റമീസ് റച്ചില്ലേ, റമീസ് ക, പിന്നെ അതുപോലെ തന്നെ ഷാഫിക്ക, താജുക്ക, ആസിഫൊക്ക, ഇവരൊക്കെ ഞാൻ വളർന്ന ടൈമിൽ തന്നെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ ഷാഫി? അല്ലേ? അപ്പോൾ അവൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് കിട്ടി. ഷാഫിഖാൻ്റെ ഒരു പാട്ട് ഞാൻ പാടി, മറ്റേ നബിദിനത്തിൻ്റെ ഒരു പാട്ട്, ഞാനും ഷാഫിഖാൻ്റെ മോളും ആയിഷയും കൂടെ പാടാൻ കൂടെ ഇതിൽ റിക്കാർഡിൽ പാടി. യൂട്യൂബിലുണ്ട്. എന്നാൽ അതാവട്ടെ അടുത്ത പാട്ട്. ഇലാഹിൻ്റെ തെളിവായി ഇഹം ചേർന്ന പൊരുളെ, നിലാവിൻ്റെ ഒളിവായി നിലം വാണ ഉയിരെ, മദീനത്തെ പൂവ് യാ റസൂലേ സലാം, മഹി വാഴും ജീവ യാ ഹുസൂരേ സലാം.
മദീനത്തെ പൂവ് യാ റസൂലേ സലാം, മഹി വാഴും ജീവ യാ ഹുസൂരേ സലാം, കാമിലരെ കാരണമേ കനിവിൻ്റെ കാതലേ, നേരുതിരും നൂറതിനെ നേദിച്ച ദൂതരെ, അഗനിധിയെ അധിപതിയെ യാ ഹബീബേ സലാം, മദീനത്തെ പൂവ്. ഇതാണ് സോങ്. ഞാൻ പാടിയില് ഷാഫിൻ്റെ ശൈലി പാടുന്നുണ്ട് മോൻ, അല്ലേ? അധികം ആൾക്കാരും പറയുന്നുണ്ടല്ലേ. അപ്പം ഷാഫിക്ക് ഒരു ഒരു ബദലായിട്ടാണ് ഇപ്പം നീ ഉയർന്നു വരുന്നത് ഇങ്ങനെ തോന്നുന്നു എനിക്ക്. അങ്ങനെ ആവട്ടെ, പകരമാവണ്ട, ഷാഫിനോട് അനുബന്ധിച്ചുകൊണ്ട് ഒന്നിച്ച് നിൽക്കട്ടെ. ഉപ്പൻ്റെ സ്ഥിതി ഇപ്പം എന്താണ്? ഇപ്പം പാട്ട് എഴുതുന്നില്ല. ഇപ്പം പാട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഉപ്പ ചെയ്ത കുറേ നല്ല നല്ല പാട്ടുണ്ട് പണ്ടത്തെ. അപ്പം അത് പുതിയ രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നല്ല കുറേ പാട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള. അപ്പം അങ്ങനെ ചെയ്തെടുക്കണം. കുറേ പാട്ടുണ്ട്. കൂട്ടത്തിൽ കൂടെ ഇപ്പം പഠിക്കുന്നില്ലേ? പഠിപ്പിൽ ഉഴപ്പാൻ പാടില്ല. പാട്ട് പഠിപ്പും ഒന്നിച്ചു കൊണ്ടുപോകണം. ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ ലക്ഷ്യബോധത്തിലെത്തുള്ളൂ. അല്ലാതെ ഒന്നും പഠിക്കാതായിപ്പോയാൽ ഈ രംഗത്ത് നിൽക്കാൻ കഴിയില്ല ഇനി അങ്ങോട്ട്. ഇപ്പോൾ കുറേ പാട്ടുകാരുണ്ടായിക്കോട്ടെ, ഇഷ്ടമായി പാട്ടുകാരുണ്ടായിക്കോട്ടെ. ഇപ്പോൾ ഇത്ര പിന്നെ ഇപ്പോൾ എത്ര നാഫികൾ നാട്ടിലുണ്ട്. നമ്മൾ ഇവിടേക്ക് വിളിച്ചത് നാഫി നന്ദിയല്ലേ, അല്ലേ? അപ്പം നീ എന്തെങ്കിലും നിൻ്റെ കയ്യിൽ എന്തോ ഒരു മാണിക്കക്കല്ല് ഉണ്ടായിട്ടാണല്ലോ ഞങ്ങൾ വിളിച്ചത്, ആണോ? ആ മാണിക്കക്കല്ലിനെ നല്ലോണം പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത് എനിക്കറിയേണ്ടത്. ആഗ്രഹമുണ്ട്. കുറേ പാട്ടുകാരുണ്ട് എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നത് എന്തിനാ? അല്ല, ഞാൻ ഇത് പറഞ്ഞത് നിങ്ങൾ പഠിപ്പും കൂടെ ഒപ്പരം കൊണ്ടുവരണം. രണ്ടും ഒപ്പരം കൊണ്ടുവരണം. രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെ നിലവാരവും വിവരവും ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതിന് മുൻതൂക്കം കൊടുക്കണം. അപ്പം ബാപ്പ എഴുതിയിട്ടുള്ള പാട്ടുകളിൽ കൂടെ വന്ന് സ്വന്തം പാട്ട് എഴുതി അതും ഹിറ്റാക്കി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ, അല്ലേ? ഇനി എന്താണ് ഇപ്പം നമ്മൾ പറയാനുള്ളത്? എനിക്ക് നല്ല കുറേ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ചെയ്തിട്ട് എനിക്ക് ഫിലിമിൽ പാടാൻ ആഗ്രഹം, ഫിലിമിൽ പ്ലേ ബാക്ക് പാടാൻ ആഗ്രഹം. അതുണ്ട്. അതിന് സംഗീതം പഠിക്കണ്ടേ? സംഗീതം ഞാൻ ആദ്യം പഠിക്കുന്നുണ്ട്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്? ഇപ്പോൾ പഠിക്കുന്നില്ല, ആദ്യം പഠിച്ചു. എത്ര കൊല്ലം പഠിച്ചു? 2 കൊല്ലമൊക്കെ ഹിന്ദുസ്ഥാനി, 1 കൊല്ലം കർണാട്ടിക് പഠിച്ചു. പിന്നെ അത് പോരാ, ഫിലിം പാടാൻ നല്ലോണം കർണാട്ടിക് പഠിക്കണം. പഠിക്കാത്തവരും പാടുന്നുണ്ട് ഫിലിമിൽ. അത് ഭാഗ്യമാണ്. ഫിലിമിൽ നല്ല ഒരൊറ്റ പാട്ട് കിട്ടിയാൽ മതി, നാഫിൻ്റെ തലവര മാറി വരും, ഇല്ലേ? അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആൾക്കാരത് സ്വീകരിക്കണം. അത് ഇതുവരെ സ്വീകരിച്ചില്ല, അപ്പം ഇനിയും സ്വീകരിക്കൂലേ? നമ്മൾ നല്ല കൊടുത്താൽ ആൾക്കാർ സ്വീകരിക്കും, സപ്പോർട്ട് ചെയ്യും. അപ്പം അതിനുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ. നീയാണിപ്പോൾ വീട്ടിലെ മൂത്ത മകൻ? അല്ല, ഞാൻ രണ്ടാമത്തെ മോനാണ്. എനിക്ക് മൂത്ത ഇക്കാക്കുണ്ട്. അവൻ പാടുമോ? ഇക്കാക്കയും പാടും, പെങ്ങളും പാടും. ഞാനും ഇക്കാക്കയും കൂടെ ഈ മേശപ്പ് പാടിയ ഹൈറ്റായ പാട്ടിന്റെ മേശപ്പ്. പിന്നെ പെങ്ങളും ഞാനും കൂടെ മില്യത്തിൽ നബിദിന സോങ്ങൊക്കെ പാടി. കുടുംബമാണിത്. അതെ. ഉപ്പ പാടാറില്ലേ? ഇപ്പൊ പാടും, പക്ഷെങ്കിൽ ആദ്യമൊക്കെ ഇപ്പൊ സ്റ്റേജ് വരെ അടിക്കലും മോനെ കൊണ്ട് ആ പാട്ടൊക്കെ വീട്ടിൽ പ്രാക്ടീസ്. പേരെന്താണ് അറിയപ്പെടുന്നത്? വൻമുഖം ബഷീർ. അങ്ങനെ ആ പാട്ടിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് നാഫി ഈ പാട്ടിൻ്റെ ലോകത്ത് ഒരു ചന്ദ്രനായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മോന് 1000 പ്രാർത്ഥനകൾ എൻ്റെ മനസ്സിലുണ്ടാവും. വളർന്നു വരുന്ന ഗായകരെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന മില്ലേനിയം നാഫിയെ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. നാഫിയെ സഹൃദയരായ എല്ലാ സംഗീതാസ്വാദകർക്കും അറിയാം. പക്ഷേ നാഫിയുടെ കുടുംബ പശ്ചാത്തലമാണ് സിഗ്നേച്ചറിലൂടെ ഞങ്ങൾ ഇന്ന് ഇവിടെ മനസ്സ് തുറപ്പിച്ചത്. ഒരു പാട്ടിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന് പാട്ടുകാരനായി മാറിയ നാഫി, അവരുടെ മുമ്പിൽ ഇനിയും വലിയ വലിയ ലോകം, വിശാലമായ ലോകമുണ്ട്. ആ ലോകത്തേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സിഗ്നേച്ചർ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.